ഹലോ ഫുഡീസ്, വെൽക്കം ടു ദ ഷെയ്ഡ്സ് ഓഫ് സ്പൈസസ്. ഇന്ന് നമ്മൾ അടിപൊളി ലെബനീസ് ലെൻറ്റിൽ സൂപ്പാണ്. നമ്മൾ പരിപ്പ് കൊണ്ടുണ്ടാക്കിയ ഒരു സൂപ്പ്. ഭയങ്കര ഹെൽത്തിയാണ്, അടിപൊളിയാണ്. എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഒരു 3/4 കപ്പ് പരിപ്പ് എടുത്തിട്ടുണ്ട്. ഞാനിവിടെ മസൂർ ദാലാണ് എടുത്തിട്ടുള്ളത്. ഒരു ഓറഞ്ച് കളറിലെ പരിപ്പില്ലേ, അതെടുക്കുക. അതിന് വേണ്ടത് 1/2 ടീസ്പൂൺ ജിഞ്ചർ ചോപ്പ് ചെയ്തതും ഒരു ഗാർലിക്, ഒറ്റ ഗാർലിക്കാണ്. പിന്നെ വേണ്ടത് ഒരു ഓണിയൻ ചെറുതായി കട്ട് ചെയ്തത്. ഇനി ഒരു കുക്കർ വെക്കുക, അതിലേക്ക് ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കുക. ബട്ടർ ഒന്ന് മെൽറ്റായി വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു ഓണിയൻ ചോപ്പ് ചെയ്തത് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഒരു ഗാർലിക്ക് അതും ചോപ്പ് ചെയ്യുക. പിന്നെ ഒരു 1/2 ടീസ്പൂണിൽ വരുന്ന ജിഞ്ചറും കൂടി ചോപ്പ് ചെയ്തത് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഈ ഓണിയനൊക്കെ ഒരു വൈറ്റ് കളറാകുന്നവരെ, ആ ഷെയ്ഡ് വരുന്നവരെ നല്ലോണം ഒന്ന് സോട്ടേ ചെയ്തിട്ട് എടുക്കുക കേട്ടോ. അടിപൊളി ഹെൽത്തി ആയിട്ടുള്ളൊരു സൂപ്പാണ് കേട്ടോ ഇത്. രാത്രിയൊക്കെ ലൈറ്റായിട്ട് കഴിക്കുന്നവരോ അല്ല ഡയറ്റൊക്കെ നോക്കുന്ന ആൾക്കാർക്കൊക്കെ സന്ധ്യക്കെല്ലാം ആകുമ്പം ഇതേപോലത്തെ സൂപ്പ് കഴിച്ചാൽ തന്നെ വയറ് ഫുള്ളാവും. അത്ര കഴിച്ചാൽ തന്നെ മതി, പരിപ്പായതുകൊണ്ട് വേഗം തന്നെ ഫുള്ളാകും കേട്ടോ. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക. അപ്പോൾ ഇത് ബാക്ക് ടു റെസിപ്പി. ഞാൻ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കൂടി ബട്ടർ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരു വൈറ്റ് ഷെയ്ഡ് ഓൾമോസ്റ്റ് വന്നിട്ടുണ്ട്, വൈറ്റ് ഷെയ്ഡിൽ. അപ്പോൾ ആ ഉള്ളിയൊക്കെ നല്ലൊരു വൈറ്റ് ഷെയ്ഡ് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 1 ടീസ്പൂൺ ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കിയ പരിപ്പാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ കഴുകി വൃത്തിയാക്കി ഊറ്റി വെച്ച പരിപ്പ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ അതിലേക്ക് ഞാനിപ്പോൾ ഒരു 3/4 കപ്പാണ് എടുത്തത്. അപ്പോൾ ഞാനിവിടെ 2 കപ്പ് 2.5 കപ്പ് വെള്ളം കൂടി നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഒരു 4-5 വിസിലിൽ ഞാൻ കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. നല്ലോണം വെന്ത് അടിഞ്ഞ് വരണം. നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ തന്നെ പരിപ്പൊക്കെ നല്ലോണം സ്മൂത്തായിട്ട് അടിഞ്ഞ് വരുന്ന രീതിയിൽ തന്നെ നമ്മൾ കുക്ക് ചെയ്തെടുക്കണം കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് ഒരു 4 വിസിലിൽ കുക്ക് ചെയ്തെടുക്കാം. ഒരു 4-5 വിസിലിൽ നിങ്ങൾക്കിത് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. ഞാൻ പറഞ്ഞ പോലെ നല്ലോണം പേസ്റ്റ് പോലെ അടിഞ്ഞ് വെക്കണം. അപ്പോൾ ഇത് 4 വിസിലിന് ഞാൻ കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് 4 വിസിലിന് നല്ലോണം അടിഞ്ഞ് വന്നിട്ടില്ലെങ്കിൽ ഒരു വിസിലിന് കൂടി കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുമ്പോൾ തന്നെ കണ്ടോ നല്ലോണം പേസ്റ്റ് പോലെ നല്ല അടിഞ്ഞ് വരുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് ഇതിൽ കുറച്ചും കൂടി അടിയാനുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും നല്ല സ്മൂത്തി ആയിട്ട് ടെക്സ്ചർ കിട്ടണമെന്നുണ്ടെങ്കിൽ ഇത് തണിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് മിക്സറിലിട്ടിട്ട് അടിച്ചിട്ട് നല്ല സ്മൂത്താക്കി എടുക്കാം. അപ്പോൾ നല്ല വെള്ളം പോലെ സിൽക്കി സ്മൂത്തായിട്ട് കിട്ടും. അപ്പോൾ ഞാനിപ്പോൾ മിക്സറിലൊന്നും അടിക്കുന്നില്ല. ഇതേപോലെ തന്നെ ഞാൻ കയ്യിൽ വെച്ച് ചെയ്താൽ തന്നെ, അല്ലെങ്കിൽ മാഷർ വെച്ച് ചെയ്താൽ തന്നെ നല്ല സ്മൂത്തായിട്ട് നിങ്ങൾക്ക് കിട്ടും കേട്ടോ. അപ്പോൾ നല്ല സിൽക്കി ആയിട്ട് നല്ല സ്മൂത്ത് വെള്ളം പോലെ കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് മിക്സിയിലിട്ട് അടിച്ചെടുത്താലും മതി. ഇനി ഇതിൻ്റെ ആവശ്യത്തിന് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ ഒരു 1/4 കപ്പ് വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ ലൂസ് വേണ്ടത് അതിനനുസരിച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, പരിപാടി കഴിഞ്ഞു. സൂപ്പർ റെഡിയായി കേട്ടോ. ഇത്രയേ ഉള്ളൂ സംഭവം. ഇനി ഇതിൽ എക്സ്ട്രാ ആയിട്ട് ഒന്നും ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല. അപ്പം ഇനി ഉപ്പ് നോക്കുക, ഉപ്പ് ആവശ്യമാണെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ മാത്രം പെപ്പർ പൗഡർ ആഡ് ചെയ്ത് കൊടുക്കുക കുറച്ച്. പിന്നെ ഞാൻ കൺസിസ്റ്റൻസി ഒന്ന് കുറച്ചും കൂടി ഒന്ന് ലൂസാക്കാൻ വേണ്ടി കുറച്ചും കൂടി വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക. അത് നിങ്ങൾ ഇഷ്ടം പോലെ ചെയ്ത് കൊടുക്കുക കേട്ടോ. വെള്ളം എത്രയും വേണ്ടതെന്നുള്ളത്. അപ്പോൾ ഞാനിവിടെ 2 ആൾക്കാരേ ഉള്ളൂ. അപ്പോൾ ഏക അങ്ങനെ കഴിക്കില്ല, ഞാനും ഏട്ടനും കൂടി കഴിക്കുന്നതുകൊണ്ട് കുറച്ചേ വെള്ളം ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇതാണ് നല്ല അടിപൊളി സൂപ്പാണ്. എന്തായാലും ഒന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക. വേണമെങ്കിൽ നിങ്ങൾക്ക് കുരുമുളക് ആഡ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ പിന്നെ കുറച്ച് ലെമൺ സ്ക്വീസ് ചെയ്തിട്ട് കഴിക്കുമ്പോഴും അടിപൊളി ടേസ്റ്റാണ്. എന്തായാലും ഒന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക. അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അടുത്ത അടിപൊളി റെസിപ്പി ആയിട്ട് കാണാം. ഓക്കെ, ബൈ. കുക്ക് വിത്ത് ലവ്.